പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് ജോ സെഗ്മെന്റിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ജോയുടെ അപ്പയുടെ കൂടെയാണ് കേട്ടോ. അപ്പം നമുക്കൊരു അടിപൊളി നാടൻ ലെയർ പൊറോട്ട ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മൈദ 1 കിലോഗ്രാം, വെള്ളം 300 ml, മുട്ട ഒരെണ്ണം, പാൽ 300 ml, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടീസ്പൂൺ. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം മുട്ട മൈദയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 300 ml പാൽ കൂടി ഒഴിച്ച് അതും നന്നായി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി 300 ml വെള്ളത്തിൽ എടുത്തുവെച്ച ബേക്കിംഗ് സോഡ, ഉപ്പ്, പഞ്ചസാര എന്നിവ കലക്കി യോജിപ്പിച്ചതിന് ശേഷം അതും കൂടി മൈദയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. നല്ല മയം വരുന്നതുവരെ കുഴച്ച് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ഡൗ കുഴച്ച് റെഡിയാക്കിയെടുക്കാം. എത്ര നന്നായി കുഴയ്ക്കുന്നുവോ അത്രയും നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയി കിട്ടുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന ഡൗ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇപ്പം അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി മുറിച്ചെടുത്ത കഷ്ണം കയ്യിലെടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാവ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി 1 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം ഓരോന്നായി എടുത്ത് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തിയെടുക്കാം. ഇടയ്ക്ക് അല്പം എണ്ണ തടവി നന്നായി പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം എണ്ണ തേച്ച് കൊടുത്ത് നല്ലതുപോലെ കനം കുറച്ച് നമുക്ക് വീശിയെടുക്കാം. അടുത്തതായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നടുവിൽ മുറിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്.
ഈ രീതിയിൽ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ കാണിച്ച രീതിയിൽ എല്ലാം നമ്മൾ നന്നായി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യം ചുറ്റി വെച്ചതെടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. അടുത്തതായി ഒരു പൊറോട്ട കല്ല് അടുപ്പിൽ വെക്കുക. അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കല്ല് നല്ല ചൂടായതിനു ശേഷം പൊറോട്ട ഇട്ടുകൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തടവി കൊടുക്കാം. നിറം മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. ഇനി ചൂട് പൊറോട്ടയെല്ലാം അടുക്കി വെച്ച് നന്നായി കൈകൊണ്ട് അടിച്ചെടുക്കാം. കൈകൊണ്ട് റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ലെയർ വരികയും അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെയേർഡ് സോഫ്റ്റ് കേരള പൊറോട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമന്റ്സായി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിന്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ